ശ്രീ റെജി ലൂക്കോസ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ആരോപണം വരുമെന്നുള്ളത് കൊണ്ട് വ്യക്തമായും കൃത്യമായും പറയുന്നു. കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ, കേരളത്തിൻ്റെ സ്വന്തം കേരള മോഡലൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന സാമ്പത്തിക മുന്നോട്ട് പോക്കിൻ്റെ ഒക്കെ ആണിക്കല്ലാണ്, നട്ടല്ലാണ്. അതിനെ തകർക്കുക എന്ന് പറയുന്ന ശ്രമങ്ങളെ കേരളം ഒറ്റ മനസ്സോടെ ചെറുക്കുകയും ചെയ്യുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം ഭരണസമിതിയാണ്. നോക്കൂ, നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സാബുവിനോട് ഈ ഭരണസമിതിയിൽ അംഗമായ CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറി VR സജി സംസാരിച്ച ഭാഷ കേട്ടുവല്ലോ. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു നിക്ഷേപകൻ പോട്ടെ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന എന്ത് പ്രിവിലേജാണ് ഈ സമൂഹത്തിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഭരണസമിതിയിലുള്ള CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയായ ഇപ്പോഴത്തെയും പ്രധാനപ്പെട്ട നേതാവായ ഒരാൾക്ക് ഈ സമൂഹത്തിൽ ഉള്ളത്? അങ്ങനെ പണിയുമെന്ന് പറയാൻ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന എന്ത് പണിയാണ് ഇവർക്കൊക്കെ അറിയാവുന്നത്? മാധു, സാബുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ തുടക്കം കുറിക്കുന്നത്. മാധു ചോദിച്ച ചോദ്യത്തിന് തന്നെ ആദ്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഈ സജി എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറിയും ആ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലിനായിരിക്കാൻ പറ്റത്തില്ല. ഏത് കോൺട്രസ്റ്റിലായാലും അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഇടുക്കി ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനോട് വിസ്തീർണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിസ്തീർണം ലഭിച്ച ഉടനെ യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ നടപടി പ്രതീക്ഷിക്കുന്നു. കാരണം അത് എടുക്കാൻ ആർജവമുള്ളൊരു പാർട്ടിയാണ്, ജനങ്ങൾക്ക് പ്രതിക്കുന്ന CPM എന്നൊരു പാർട്ടി. ഒരിക്കൽ കൂടി ഞാൻ ശക്തമാണ് അവലംബിക്കുന്നു. സജി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ വാക്കുകൾ, അതും തൻ്റെ ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ആ സൊസൈറ്റിയിൽ അടയ്ക്കുകയും അത് ഘട്ടം ഘട്ടമായി കൊടുക്കാമെന്ന് പറയുക. അവസാനം തൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസ ചോദിച്ചപ്പോൾ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ വാക്കുകൾ വാസ്തവത്തിൽ കേരളത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാനൊരു CPM പ്രവർത്തകനാണെങ്കിലും അയാളെ തള്ളിപ്പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. കാരണം മനുഷ്യൻ്റെ പക്ഷത്തു നിന്നല്ല, അതുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരന് സംസാരിക്കാൻ പറ്റത്തില്ല. അതിലും കൂടുതൽ കുറ്റവാളികൾ, ജയിലിലടയ്ക്കേണ്ട കുറ്റവാളികളാണ് ആ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവർ. അത് സാബുവിൻ്റെ മരണക്കുറിപ്പിൽ, അദ്ദേഹത്തിന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. മരിച്ച ഒരാളുടെ വാക്കുകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് തള്ളുകയും അപമാനിക്കുക, എത്രയോ രീതിയിൽ മാനസിക വിഷമം അപമാനിക്കപ്പെട്ടിട്ടായിരിക്കും. തൻ്റെ പൈസ ചോദിച്ചെന്ന് ആ മനുഷ്യൻ അകാലത്തിൽ ആത്മഹത്യ ചെയ്തത്. ആ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും എന്താ പറയുക ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ല, അവരെ ജീവിതത്തിൽ ഒരു ഒരു എന്താ പറയുക ശൂന്യതയിലേക്ക് തള്ളിവിട്ടുള്ള ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും 15 മിനിറ്റ് അച്ഛന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ടി വരുന്ന 10-18 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ കണ്ടതേയുള്ളൂ. ആ ഒരു ഗതികേട് ഒരു കുടുംബത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ധാർഷ്ട്യം എങ്ങനെയാണ് ഈ സംവിധാനത്തിനുള്ളിൽ, പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത്? ഇവരൊക്കെ പൊതുപ്രവർത്തകരെന്നും സഖാക്കന്മാരും എന്നൊക്കെയല്ലേ വിളിക്കുന്നത്? എങ്ങനെയാണ് ആ ധാർഷ്ട്യം ഉണ്ടാകുന്നത്? അത് ഇപ്പോൾ സാബുവിന്റെ മരണം ഉണ്ടായിരിക്കുന്നു, കേരളം മുഴുവൻ ഈ ഓഡിയോ കേട്ടു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഏൽക്കുമോ? അതിനുശേഷം അവിടുത്തെ ഇപ്പോഴത്തെ CPM-ന്റെ നേതാക്കളോട് ചോദിക്കുമ്പോൾ പോലും സഹകാരി എന്ന നിലയിൽ വളരെ ബഹുമാനത്തോടെയാണ് അത്രേ പ്രവർത്തിച്ചത്, പെരുമാറിയത്. അതെന്തുതരം ബഹുമാനമാണ്? അല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു പ്രസ്ഥാനത്തെ ഇതിൻ്റെ പേരിൽ അടങ്കലെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. അത് തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നിന്ന് സേവനങ്ങൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ മുഖം തിരിക്കുമ്പോൾ കൈത്താങ്ങായി നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ പ്രസ്ഥാനം. ഈ ചർച്ചയിൽ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ല, ഈ ചർച്ചയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെയും പാർട്ടിയെയും ഈ ഭരണസമിതിയെയും മൂന്നായി കാണാനുള്ള ബോധ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പൊന്തൂവലുകൾ കൊണ്ട് ഈ പറഞ്ഞ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനത്തെ മൂടി വെക്കാൻ ശ്രമിക്കരുത് ശ്രീ റെജി ലൂക്കോസ്. അതിനും ഇതിനും തമ്മിൽ ബന്ധമില്ല. ഒരു സഹകരണ പ്രസ്ഥാനവും അതിന്റെ ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് അയച്ച് പണി ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് നിങ്ങളുടെ മുൻ ഏരിയ സെക്രട്ടറി പറഞ്ഞ പണി, ഞങ്ങൾക്കറിയാം നിനക്കറിയില്ല എന്ന് പറഞ്ഞ പണി, ഇത് സ്വന്തം ഇച്ഛയാണ്. ഇത് അവനവനുണ്ട്, മറ്റുള്ളവന്റെ ജീവനുമേൽ, മറ്റുള്ളവന്റെ ശരീരത്തിനുമേൽ കുതിര കയറാനുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു തരം പ്രിവിലേജാണ്. അത് ഉണ്ടാകുന്ന എവിടെ നിന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല, മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാനതിൽ ഉറച്ചു നിൽക്കുക. സജി എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറിയെ പോലെയുള്ള നിഷ്ഠൂരന്മാർ ആണ് ഈ പാർട്ടിയിലെന്നൊക്കെ വെറുതെ അങ്ങനെ ബാധു പറഞ്ഞു പോരുത്. അങ്ങനെ പറയരുത്. ഈ പാർട്ടിയുടെ പ്രവർത്തകരിൽ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന ഒരു CPM സെക്രട്ടറിയിലും പാർട്ടി മെമ്പേഴ്സ് ഒരിക്കലും ഒരു സജിമാരെ പോലുള്ള കൂട്ടമല്ലെന്ന് ആദ്യം നിങ്ങളോട് പറയാം. പറഞ്ഞപ്പോൾ ഇദ്ദേഹം പാർട്ടി മെമ്പറും നേതാവുമൊന്നുമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അല്ല ഞാനതല്ല അയാളെ തള്ളിപ്പറഞ്ഞത്. അയാളെ തള്ളിപ്പറഞ്ഞു. കട്ടപ്പന നിവാസികളും ഈ കേരളം മുഴുവൻ ഇന്ന് ആ മനുഷ്യരെ വെറുക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല.
ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പാർട്ടി പ്രവർത്തനമായിട്ട് പോലും ഇത്ര ആർജവത്തിനോട് ഞാൻ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ മാധുവിന് അതിൻ്റെ എസൻസ് അതിൻ്റെ ഇന്നർ മീനിങ് മനസ്സിലാവുന്ന കാര്യമില്ല. വേദനിപ്പിക്കുന്നു. എനിക്ക് മേരിക്കുട്ടി എന്ന് പറയുന്ന പ്രിയങ്കരിയായ സഹോദരി പറഞ്ഞ വാക്കുകൾ, അവർ പറഞ്ഞ വാചകങ്ങളൊക്കെ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. കാരണം നമുക്ക് കുടുംബവും സമൂഹമൊക്കെ ഉള്ളതല്ലേ, ഒരു തെറ്റുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു സംഘടനയെ ഒന്നടങ്കം ഇവരെല്ലാം നിഷ്ഠൂരന്മാരാണ്, സഖാക്കളെല്ലാം ക്രൂരന്മാരാന്ന് പറയുന്നതിനോട് ഒരു എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. വി ആർ സജി എന്ന ആളെ പേരെടുത്താണ് പറഞ്ഞത്. പക്ഷെ വി ആർ സജി എന്ന് പറയുന്ന ഒരു പേര് മാത്രമല്ലേ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക്, ഒരു സഹകരണ സംവിധാനത്തിന്റെ ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ പലതരം ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പണി അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാനും അധിക്ഷേപിക്കാനും പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഉള്ളതല്ല. ആ ബോധ്യം ഒരു സംവിധാനത്തിന്റെ ഉള്ളിലിരുന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, തീർച്ചയായിട്ടും ഈ സജി എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു മനുഷ്യന്റെ മരണത്തെയും കുടുംബത്തെയും അനാഥമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാന്നുള്ളവരും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യമായി. അയാൾ CPM കാരനാണ്, ഒരു CPM-ത്തിന് ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അയാൾ പറഞ്ഞ ഭാഷകളും ശൈലികളും നിനക്ക് ഞാൻ പണി തരും, നീ അങ്ങനെ പല മോശമായ വാക്കുകളും അയാൾ ഉപയോഗിച്ച് നിനക്ക് അടി കിട്ടാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് അടിക്കുന്നത്? ഈ പാവപ്പെട്ട സാബു എന്ന് പറഞ്ഞ വ്യക്തി വിദേശത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടായ പണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ പോലെ തന്നെ ആ ബാങ്കിൽ നിക്ഷേപിക്കുകയും ആ ബാങ്കിൽ തൻ്റെ പൈസ എടുക്കാൻ അവസാനം കെഞ്ചി തൻ്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷനാണ് കുറച്ച് പൈസ തരാൻ പറഞ്ഞപ്പോൾ പൈസ ഉണ്ടായിട്ട് പോലും കൊടുക്കാതെ കബളിപ്പിച്ച് മണിക്കൂറോളം ആ സ്ത്രീ തന്നെ അവിടെ കയറി ഇറങ്ങിയിട്ടും ആ പ്രവൃത്തി അയക്ക് എന്താ പറയുക, അത്തരം നിഷ്ഠൂര പ്രവൃത്തി ചെയ്ത സജി മാത്രമല്ല ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യണം, അവരെ ജയിലിലിടണം. PP ദിവ്യ എന്ന് പറയുന്ന ഒരു സമന്വയ നേതാവിനെ എതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും അവരെ ജയിലിലിടുകയും ചെയ്തൊരു പാർട്ടിയത്. അവിടെ ഈ CPM-നെ സംബന്ധിച്ചോളം ഒരു സജിയെ എന്താ പറയുക നിയമ സംവിധാനമാണ്. അതിന് മുന്നിൽ നിന്ന് ഒളിച്ചോടി നിൽക്കാനും തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ പറയുന്നത് ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ സ്വീകരിക്കാൻ ആളുകളെ നിർത്തിയതും പിന്നീട് പദവിയിൽ നിന്ന് മാറി നിർത്തിയപ്പോൾ പകരം പദവി കൊടുക്കാനും സഹായിച്ച സംവിധാനത്തിന്റെ കൂടി പേരാണ് അങ്ങ് പറഞ്ഞ ഈ പാർട്ടിയും ഈ ഒപ്പം നിൽക്കലുമൊക്കെ. അതിവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങ് അത് പറഞ്ഞത് നന്നാവുകയും ചെയ്തു.